ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കുക്കറിലൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് 250 ml അളവുള്ള ഒരു കപ്പിൽ 1 കപ്പ് ബാസ്മതി റൈസ് എടുക്കുക. ഏത് ബാസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല. അതിന് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം 2-3 വെള്ളത്തിൽ പതുക്കെ ഒന്ന് കഴുകിയ ശേഷം പിന്നെ നമുക്കതിന് നല്ലൊരു വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കുതിരാനായിട്ട് വെക്കുക. ഒരു 15 മിനിറ്റൊക്കെ കുതിർന്നാൽ മതിയാവും കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. അരി കുതിരാനായിട്ട് വെക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇനി നമുക്ക് 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇതിരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഇതിലേക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 3 കഷ്ണം പട്ട, 4 ഏലയ്ക്ക, 6 ഗ്രാമ്പൂ അതും കൂടെ നമുക്കിതിൽ ആ ഓയിലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് കൂടെ ചേർത്ത് കൊടുക്കാം, പെരുംജീരകം. പിന്നെ ഇതാ ഈ ഒരു ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബിരിയാണി ലീഫാണിത്. ഇതില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഒരു വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതാ 1 കപ്പോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സവാള അരിഞ്ഞപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിനെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നമുക്ക് ഈ സവാളനെ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. 1 കപ്പ് റൈസ് കൊണ്ട് നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കുമ്പോൾ 3 പേർക്ക് നമുക്ക് വയറ് ഫുള്ളായിട്ട് തന്നെ ബിരിയാണി കഴിക്കാം. അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. 5 മിനിറ്റിന് ശേഷം ദാ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒരു പിങ്ക് കളറായി കണ്ടില്ലേ? ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് സവാള കരിഞ്ഞു പോകും. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടാവും കേട്ടോ. അതൊന്ന് പോകുന്നവരെ 1 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡർ. ഏത് ബിരിയാണി മസാല പൗഡർ ആയാലും കുഴപ്പമില്ല, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു മസാലേൻ്റെ ഇതുവരെയുള്ള സ്റ്റെപ്പ് എല്ലാ ബിരിയാണിക്കും കോമൺ ആണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കണോ, അല്ലെങ്കിൽ വെജിറ്റബിൾ ചേർക്കണോ, അല്ലെങ്കിൽ പനീർ ചേർക്കണോ ഒക്കെ നമ്മളുടെ ഇഷ്ടങ്ങളാണ്. ഈ ഒരു സമയത്ത് നമുക്ക് പനീറാണ് ചേർക്കുന്നതെങ്കിൽ പനീർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കനാണ് ചേർക്കേണ്ടതെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സ്മാഷായിട്ട് വന്നിട്ടുണ്ട്. 5 മിനിറ്റാണ് കേട്ടോ ഞാനിത് വഴറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള 1 പിടി മട്ടറാണ് ഞാനിതിലേക്ക് ആദ്യം ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു 10 സോയ ചങ്ക്സ് ആണ് കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1 ക്യാരറ്റോ ഒരു 5-6 ബീൻസോ പൊടിയായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 വെജിറ്റബിൾ കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്, ന്യൂക്കോൾ. ഇതിൻ്റെ ഒരു പകുതി ഭാഗം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതില്ലെങ്കിൽ 1 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഈ ന്യൂക്കോൾ ചേർക്കുന്നത് കൊണ്ട് പലാവിനും വെജിറ്റബിൾ ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേക മണം കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഈ മസാലയും ഉപ്പും എല്ലാം ഈ പച്ചക്കറിയിലൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പച്ചക്കറികളോ ചിക്കനോ ഒന്നും ഇല്ലാതെയും നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പ്ലെയിൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതായത് ആ തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അവിടെ മുതൽ അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബിരിയാണി ആക്കിയെടുക്കാം.
അങ്ങനെ അതാ പച്ചക്കറിയൊക്കെ വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടെ ചേർത്ത ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ മുറിച്ച് വെക്കുകയാണെങ്കിൽ ഈ ബിരിയാണി ഉണ്ടാക്കാൻ 10 മിനിറ്റ് മാത്രം സമയം മതിയാവും കേട്ടോ. അങ്ങനെ ഇതാ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി പുതിനൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ പുതിനൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയ ശേഷം അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനാണ് ചേർക്കുന്നതെങ്കിൽ ഇതേ സെയിം പ്രോസസ്സ് തന്നെ എല്ലാം വഴറ്റിയ ശേഷം പുതിനൻ്റെ ഇലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള അരിയില്ലേ, അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയ ശേഷം ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനാണെങ്കിൽ ചിക്കനിലേക്ക് ഈ അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ ഇളക്കണം. അരിയൊന്നും പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. അതായത് നമ്മൾ കുതിർത്ത് വെച്ച കാരണം അരി ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് അരിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളവും ചേർക്കാം കേട്ടോ. ഞാൻ 1 കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കനാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ. ഈ പച്ചക്കറിയിൽ നിന്ന് അത്രയും വെള്ളം വരാത്തത് കൊണ്ടാണ് ഞാൻ 1.25 വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാസ്മതി റൈസിന് 1.25 വെള്ളം കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങൻ്റെ ജ്യൂസ് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അരിയൊക്കെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാരങ്ങ ഈ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കഴിഞ്ഞു. ഇനി നമുക്കിതിനെ അടുപ്പ് കൊണ്ട് അടച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി. അപ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയ ശേഷം നമുക്ക് തുറന്ന് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്ന ഉടനെ അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് അതിൻ്റെ ചോറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്താൽ അരിയെല്ലാം കൂടി ഒന്നും കൂടി അങ്ങോട്ട് കുഴഞ്ഞങ്ങ് പോകും കേട്ടോ. അപ്പോൾ പതുക്കെ നമുക്ക് ഇതുപോലെ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് വീണ്ടും 1-2 മിനിറ്റ് കൂടെ നമുക്കിതിനെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ അടപ്പ് കൊണ്ട് അടച്ച ശേഷം 1 മിനിറ്റ് നമുക്കിതിനെ വെയിറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലേൻ്റെ ഇലയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ അതിൻ്റെ മുകളിൽ തന്നെ അതുപോലെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് അങ്ങ് പെറുക്കി മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അത് ചോറിൻ്റെ കൂടെ കടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം അത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ അടിയിൽ നിന്ന് മുകളിൽ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വെജിറ്റബിൾ ബിരിയാണി ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. കുറച്ച് സലാഡ് മാത്രം മതിയാവും ഈ ഒരു റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് വെള്ളരിക്കയും സവോളയും പച്ചമുളകും തൈരും ഉപ്പൊക്കെ ചേർത്തിട്ടൊരു സലാഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.